ഹായ്, കെ പി സ്വാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മളുടെ ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നതും എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതും നമ്മളുടെ ജീവിതം എങ്ങനെയാകുമെന്നതിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആദ്യത്തെ 15 മിനിറ്റും അവസാനത്തെ 15 മിനിറ്റും ഒരു ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളുകളാണ്. കാരണം ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം തൊട്ട് ശേഷമുള്ള സമയവുമാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഉപബോധ മനസ്സ് ഏറ്റവും അധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, അഥവാ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത്. ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്ന അഥവാ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നിങ്ങളുടെ രാവിലെകൾ സ്റ്റാർട്ട് ചെയ്യാനും രാത്രികൾ അവസാനിപ്പിക്കാനുമുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, നമുക്ക് മോർണിംഗിൽ നിന്ന് തുടങ്ങാം, രാവിലെയിൽ നിന്ന് തുടങ്ങാം. നിങ്ങളെപ്പോഴും രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ജോലി തിരക്കുകൾ കാരണം അല്ലെങ്കിൽ വെറുതെ ഫോൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചിരുന്നിട്ടോ ഒക്കെ നമ്മൾ ലേറ്റായിട്ട് കിടക്കാറുണ്ട്. എങ്ങനെ ലേറ്റായാലും നേരത്തെ എഴുന്നേൽക്കുക എന്നത് ഒരു നിർബന്ധമാക്കുക, ഒരു ശീലമാക്കുക, ഒരു ഉറപ്പാക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും എന്ത് വന്നാലും നേരത്തെ എഴുന്നേൽക്കുമെന്ന് അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനാവശ്യമായിട്ട് ലേറ്റാക്കാനുള്ള നമ്മളുടെ ടെൻഡൻസി ഒഴിവാകും എന്നാണ്. അപ്പോൾ ഒരു പ്രത്യേക ടൈം ഫിക്സ് ചെയ്യുക. ആയുർവേദമെല്ലാം പറയുന്നത് ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് എന്നാണ്. എന്നാൽ അത് നമ്മൾക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരു 5 മണി നേരം നമ്മളൊന്ന് കണക്കാക്കുക. 5 മണി നേരത്തെ എഴുന്നേൽക്കുക എന്നൊരു ശീലമാക്കുക. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എന്ത് വന്നാലും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം കേട്ടോ. നിങ്ങൾ രാത്രി ചിലപ്പോൾ 4 മണിക്കാവും കിടക്കുന്നത്, എന്നാലും 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് മനസ്സ് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാലേ ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് ഒരേ ദിവസം ഒരേപോലെ എല്ലാ ദിവസവും ഒരേപോലെ എഴുന്നേൽക്കുക എന്നത് ഒരു ശീലമാക്കുക. ഇനി രണ്ടാമത്തേത്, ഒരു സ്റ്റാർട്ടിംഗ് റിച്വൽ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ 1-2 കാര്യങ്ങളാകാം, മാക്സിമം 3 കാര്യങ്ങളെ പാടുള്ളൂ. അതൊരു സീരിയസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ അലാറം ഓഫ് ചെയ്തു ഉടനെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു, എന്നിട്ട് നിങ്ങൾ ആ ബെഡൊന്ന് വിരിച്ചിട്ടു, എന്നിട്ട് നിങ്ങൾ നേരെ പോയി ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റൂട്ടീനാണ്. നിങ്ങൾ എപ്പോൾ എഴുന്നേറ്റാലും ശരി 5 മണിക്ക് കൃത്യം എഴുന്നേറ്റ ശേഷം ഇതങ്ങോട്ട് ചെയ്യാണ്. നിങ്ങൾ വയ്ക്കുന്ന ദിവസവും വയ്യാത്ത ദിവസവും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മൾ കൊടുക്കുന്നത് നിർദ്ദേശമാണ്. ഓക്കെ, ദ ഡേ ഈസ് സ്റ്റാർട്ടിങ്. ഇന്ന് ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടും. അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. ഏറ്റവും ഇഫക്റ്റീവായ റൂട്ടീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച്, നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നിങ്ങളെന്ന ക്യാരക്ടറിനനുസരിച്ചിരിക്കും. പക്ഷേ ജനറലി ആളുകൾ ചെയ്യാറുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഡിവൈസ് ഓഫ് ചെയ്ത് വെക്കുക, ഡിവൈസ് ചാർജ് ചെയ്യാൻ വെക്കുക, അതുപോലെ ബെഡ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക, നിങ്ങളുടെ ടേബിൾ ഓർഗനൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുക, വെള്ളം കുടിക്കുക. ഇതൊക്കെ പലരും ചെയ്യാറുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കനുസരിച്ച് ഒന്ന് സെലക്ട് ചെയ്യുക. ആ റിച്വൽ എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യുക എന്നതാണ്. ഇനി അടുത്തത്, നിങ്ങൾ എക്സർസൈസ് ചെയ്യാൻ എന്തായാലും സമയം കണ്ടെത്തുക. പലപ്പോഴും ആളുകൾ മടി പിടിക്കും, പ്രത്യേകിച്ച് വൈകി എഴുന്നേൽക്കുന്ന ഇത്ര വൃത്തികെട്ട ശീലം കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വൈകി എഴുന്നേറ്റ ശേഷം ലേസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ ആ ദിവസം ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ ഉടനെ എക്സർസൈസിങ് ഒരു ശീലമാക്കുക. എക്സർസൈസ് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ചില ഫിക്സഡ് കൺസെപ്റ്റുകൾ വരാറുണ്ട്. ഒന്നുകിൽ ജിമ്മിൽ പോകുന്നതാണ് എക്സർസൈസ്, അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുന്നതാണ് എക്സർസൈസ്, യോഗ ചെയ്യുന്നതാണ് എക്സർസൈസ്. ഇങ്ങനെ ഇന്നത് എന്നൊന്നില്ല. നിങ്ങളുടെ ശരീരം ആക്റ്റീവാക്കാൻ നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം. ചില ആളുകളുണ്ട് ഓരോ ദിവസം ഓരോന്ന് ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസം യോഗയാണ് ചെയ്യുന്നത്, പിറ്റേ ദിവസം ജിമ്മിൽ പോകും, അല്ലെങ്കിൽ അവർ നടക്കാൻ പോകും, ഓടാൻ പോകും, ജസ്റ്റ് പുഷപ്പും കാര്യങ്ങളും, അങ്ങനെ വീടിനകത്തുള്ള എക്സർസൈസുകൾ ചെയ്യും. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾ അവർ എക്സർസൈസിന് സമയം കണ്ടെത്തുക. ഇനി ഇത് ചില ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ചിലപ്പോൾ രാവിലെ ആകാം, ചിലപ്പോൾ വൈകുന്നേരമാകാം. അത് ഡിപ്പെൻഡ്സ്, അത് നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. പക്ഷേ രാവിലത്തെ സമയമാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സമയം. അപ്പോൾ രാവിലത്തെ സമയം പരമാവധി എക്സർസൈസിന് വേണ്ടി കണ്ടെത്തുക. അതാണ് 3ാമത് നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം. 4ാമത്തേതെന്ന് പറയുന്നത്, ആ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
ഇതെല്ലാവർക്കും പോസിബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ടാക്കുക. ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ എഴുതി വെക്കാനൊന്നും സമയമില്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലൊന്ന് കണക്കൂടി എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന ആപ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പലപ്പോഴും ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് വിട്ടുപോയി, ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം നമ്മൾ ആകെ മനസ്സിൽ നിന്ന് വിട്ടുപോയല്ലോ, അതൊക്കെ ഇത്തരം റീകലക്ഷൻ്റെ ഇടയിൽ നമുക്ക് ഓർമ്മ വരും എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ്, അത് മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി ആ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നതൊരു ധാരണ നിങ്ങൾക്ക് രാവിലത്തെ നേരം തന്നെ കിട്ടും. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന്. രാവിലത്തെ നേരം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു ശീലം കാണാറുണ്ട്. അവർ വളരെ വൈകി അങ്ങോട്ട് എഴുന്നേൽക്കും, എന്നിട്ട് ഒറ്റ കുതിപ്പിന് നേരെ ക്ലാസ്സിലേക്ക് ഓടുകയാണ് ചെയ്യുക. ആ ഓട്ടത്തിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യാറുള്ളൂ. ബ്രഷ് ചെയ്യുമെങ്കിൽ ബ്രഷ് ചെയ്യുക, കുളിക്കുമെങ്കിൽ കുളിക്കുക, അത്രേ ചെയ്യുള്ളൂ. ബാക്കി ഒന്നിനും സമയമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ശീലം ഒരുപാട് കാലത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അസിഡിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇത് കാണാനും സാധിക്കും. അപ്പോൾ അത്തരം ഒരു നേച്ചർ, അത്തരം ഒരു സ്വഭാവം അത് ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. എത്ര സമയമില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് രാവിലെ കഴിച്ചിട്ട് പോകും. ഏറ്റവും നല്ല ഫ്രഷായ ഭക്ഷണമാണ്, പഴങ്ങൾ കഴിക്കുന്നതിനാണ്. ബേക്കറി സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളും ഒഴിവാക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കുക. ഇത് നിങ്ങളുടെ രാവിലെകളെ ഒന്ന് ആക്റ്റീവാക്കാൻ വളരെ ഇഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് രാത്രി സമയങ്ങളെ എങ്ങനെ എഫക്റ്റീവാക്കാമെന്ന് നോക്കാം. നിങ്ങൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഒരു ഡിജിറ്റൽ എക്യുപ്മെൻറ്റുകളെല്ലാം തന്നെ ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക. TV ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്ക്രീനുകളെല്ലാം ഓഫ് ചെയ്യുക. ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. അത്ര ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറങ്ങാനുള്ള ടെൻഡൻസി നമ്മുടെ തലച്ചോറിന് കുറയും. അപ്പോൾ അതുകൊണ്ട് സ്ക്രീനുകൾ പരമാവധി ഒഴിവാക്കി വയ്ക്കുക. ഇനി അടുത്തത് നിങ്ങളുടെ അടുത്ത ദിവസത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഞാൻ രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിലും ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു, രാത്രിയും ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ലോകത്ത് സക്സസ്ഫുള്ളായ ഒരുപാട് പേരുടെ ശീലങ്ങൾ എടുത്തു നോക്കിയപ്പോൾ പ്രകടമായി കണ്ടൊരു വ്യത്യാസം ഇതാണ്. അവർ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം അത് പ്ലാൻ ചെയ്യുന്ന ഒരു നേച്ചറുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും ചെയ്യും. പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യില്ല. കാരണം രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പും ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോഴും ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് പ്രോഗ്രാംഡാണ്, നമ്മുടെ മനസ്സ് സെറ്റാണ്. അത് ചെയ്യണം, ചെയ്തേ പറ്റൂ, എന്തായാലും ചെയ്തിട്ടുണ്ടാകണമെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് കൺഫർമേഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അടുത്തത് റീവൈൻഡിങ് യുവർ ഡേ. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് കടന്നു പോയ ആ ഒരു ദിവസം അതെന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ തീരുമാനങ്ങൾ നിങ്ങളെടുത്തു, നിങ്ങൾക്കുണ്ടായ റെസ്പോൺസുകൾ, നിങ്ങൾ കൊടുത്ത റിയാക്ഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, ഫീലിങ്സ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സാഹചര്യത്തിൽ നിങ്ങൾ രാവിലത്തെ സമയം, രാവിലെ ഒരു ഉദാഹരണം, നിങ്ങൾ എഴുന്നേറ്റത് മുതൽ നിങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന വരെയുള്ള സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, നിങ്ങളുടെ ഉള്ളിൽ തട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ജോലി സ്ഥലത്ത് എന്തൊക്കെ സംഭവിച്ചു, അതിനുശേഷം എന്തൊക്കെ, ഇത് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇതിനെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാനോ ഒന്നുമല്ല പറയുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് സംഭവിച്ചത്. പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തങ്ങിപ്പോയ ചില പോയിൻറ്റുകൾ നമുക്ക് ഓർമ്മ വരും, ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ. അത്തരം കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ചെയ്തത് എന്നോർത്ത് നോക്കുക. പലപ്പോഴും നമുക്ക് അപ്പം തോന്നും, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തോന്നുമോ അത് മോശമായിപ്പോയി, കൂടുതൽ നന്നായിട്ടൊരു കാര്യം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ ഒന്നുകൂടെ നന്നായേനെ, കുറച്ചുകൂടി നല്ല ഇഫക്റ്റ് കിട്ടിയേനെ എന്ന് നമുക്ക് അപ്പം തോന്നും. അത് സത്യം പറഞ്ഞാൽ നമ്മളെ റിഫൈൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ്. നിങ്ങൾക്ക് തോന്നുകയാണോ നിങ്ങൾ രാവിലെ ഒരാളുമായി വഴക്കുണ്ടാക്കി,
ആ വഴക്കുണ്ടാക്കിയതിന് പകരമായിട്ട് അതൊന്ന് രമ്യമായി പരിഹരിക്കാനോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ദേഷ്യം പിടിപ്പിക്കാത്ത കാര്യം അങ്ങോട്ട് സാധിച്ചെടുക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്ന സമയത്ത് ആ മെത്തേഡ് അപ്ലൈ ചെയ്തൂടെ? നിങ്ങൾ പോലും അറിയാൻ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത പോകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഈ റീവൈൻഡ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവായ മെത്തേഡാണ് നിങ്ങളെ സ്വയം റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൂടി ഇതൊരു ശീലമാക്കുക. പലപ്പോഴും ചിലപ്പോൾ ഈ റിഫൈൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നതിനിടയ്ക്ക് നമ്മളറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോവും. അത് സാരമില്ല, പ്രശ്നമുള്ള വിഷയമൊന്നുമല്ല. പക്ഷേ എന്നാലും ഇതൊരു ശീലമാക്കുക. ഇത്തരം ചില ശീലങ്ങൾ, ഇത്തരം ചില പ്ലാനിങ് ഐഡിയാസ്, ഇത്തരം ചില റിഫൈൻമെൻറ്റ് ഐഡിയാസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ഇത് ചെയ്യില്ല, എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർ ചെയ്യുകയും ചെയ്യും. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ വലിയ ആൾക്കാരായി മാറുന്നത്. അപ്പോൾ ഇത്തരം പെർഫെക്ഷനിലേക്കുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു മാറ്റത്തിന് ഈ ശീലങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.